ഞാൻ ഇതാണ്ട് ഫ്രെയിമും നീഡിലും എടുത്തിട്ടുണ്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് കേട്ടോ. ഈ ഫ്രെയിം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഈ റൗണ്ട് മാത്രം വരുന്ന ഭാഗത്തിൻ്റെ മേളിൽ നമ്മൾ ക്ലോത്ത് വെച്ച് കൊടുക്കണം. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ഇതിൻ്റെ മേളിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഈ ക്ലോത്തിൽ നമ്മൾ എന്തെങ്കിലും പടമൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പടം ഈ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ നടുക്കായിട്ട് വരുന്ന രീതി വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അതാണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ സ്ക്രൂ വരുന്ന ഭാഗമില്ലേ, അത് നമ്മൾ ഈ ക്ലോത്തിൻ്റെ മേളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഈ ക്ലോത്തും താഴെ വെച്ചിരിക്കുന്ന ആ ഫ്രെയിമുമായിട്ട് ചേർന്നിരുന്നോളും കേട്ടോ. ചേർന്നിരുന്നിട്ട് നമ്മൾ ഈ നല്ലോണം എല്ലാ വശവും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സൈഡിൽ ക്ലോത്തൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കണം. നമ്മൾ ഈ കൈ കൊണ്ട് ഈ ക്ലോത്തിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലോത്ത് താഴോട്ട് അമങ്ങിപ്പോകാൻ പാടില്ല. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ക്ലോത്ത് എത്രത്തോളം ടൈറ്റായിട്ട് ഇരിക്കുന്നോ അത്രത്തോളം ടൈറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ നല്ല ഫിനിഷിങ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് ആ മേലത്തെ സ്ക്രൂ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഫിറ്റായിട്ട് ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ. അതായത് നമ്മുടെ ക്ലോത്ത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത്. എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള നൂലെടുക്കുക. നൂല് എന്നിട്ട് ആവശ്യത്തിന് ലെങ്ത് എടുക്കണം. അപ്പോൾ നൂല് ഒത്തിരി ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂലിൽ കെട്ടി വീഴും. നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ഈ നമ്മൾ എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അന്നേരം പിന്നെ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ ഈ ചെയ്ത അത്രയും വർക്ക് ചിലപ്പോൾ നമ്മൾ അഴിച്ച് കളഞ്ഞിട്ട് പിന്നെയും നമുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒത്തിരി ലെങ്ത് എടുക്കരുത്. നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ നമുക്കൊരാവശ്യത്തിന് ലെങ്ത് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നോക്ക്, ആ ഒരൊറ്റ ത്രെഡാണ് നമുക്കിത് കാണുമ്പോൾ തോന്നത്തില്ല. അത് ഒറ്റ ത്രെഡല്ല, അതിനകത്ത് 6 ഇഴകളുണ്ട്. നമുക്ക് ഈ 6 ഇഴകളും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അതല്ല അത്രയും തിക്നെസ് വേണ്ടാന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 3 ഇഴയോ 4 ഇഴയോ നമ്മുടെ ഇഷ്ടം പോലെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ എംബ്രോയ്ഡറി ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ നമ്മുടെ നീഡിലിൽ കോർത്തെടുത്തിട്ട് രണ്ടറ്റവും ഒരുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ കെട്ടിട്ടിട്ട് എംബ്രോയ്ഡറി ചെയ്യരുത്. അപ്പോൾ ഒത്തിരി തിക്നെസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോറായിരിക്കും കാണുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ നമ്മളിപ്പം കോർത്തെടുത്ത ഇതില്ലേ ത്രെഡിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് നമ്മുടെ നീഡിലിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന രീതിയിൽ കുറച്ച് ലെങ്ത്തിൽ ഇട്ടേക്കണം. അത്രയും മതി. രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തിടണ്ട. എന്നിട്ട് ആ ലെങ്ത്ത് വരുന്ന ഭാഗമില്ല, ഇതിപ്പോൾ നിങ്ങൾ കണ്ടോണം, ഇതാണ്ട് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ അങ്ങനെ വെച്ചാൽ മതി. നമ്മൾ രണ്ടറ്റവും ഒരുപോലെ ഇടരുത്. എന്നിട്ട് ആ മറ്റേ ലെങ്ത്ത് കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പം നൂലഴിഞ്ഞു പോകാൻ പാടില്ലല്ലോ. ഇതാണ്ട് ഈ ഫിംഗറിനകത്ത് ഇങ്ങനെ നമ്മൾ ആ ഫിംഗറിനകത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ആ ത്രെഡ് ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കെട്ട് വീഴും കേട്ടോ. ഇതെങ്ങാനും അഴിഞ്ഞു പോകുമെന്നൊരു തോന്നൽ വേണ്ട, അഴിഞ്ഞു പോകത്തില്ല. അതുപോലെ ടൈറ്റായിട്ട് നിന്നോളും കേട്ടോ. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്കിതാണ് കംഫർട്ടേ. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മളല്ലേ സ്റ്റിച്ചുകളിൽ ആദ്യത്തെ സ്റ്റിച്ച് എന്ന് പറയുന്ന റണ്ണിങ് സ്റ്റിച്ചാണ്. പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് എളുപ്പമാണ് ചെയ്യാൻ. പണ്ടൊക്കെ ചെറുതിലേക്ക് നമ്മുടെ ഉടുപ്പുകളൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ തുന്നി തരുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അതിനൊരു പേരിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, റണ്ണിങ് എന്നും പറഞ്ഞ്. ഇത് വളരെ എളുപ്പം. ഇത് കണ്ടോ, ഇതുപോലെ അടിയിൽ നിന്ന് മേളിലോട്ട് സൂചി കുത്തിയെടുത്തിട്ട് അതിന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും കുത്തിയെടുത്ത് ഇതാണ്ട് ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം ലെങ്ത്തിൽ നമുക്ക് ചെയ്തെടുക്കണോ അത്രത്തോളം ലെങ്ത്തിൽ ചെയ്തെടുത്തിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ത്രെഡ് നമ്മൾ കെട്ടിട്ടെടുക്കണമല്ലോ. കാരണം നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് അഴിഞ്ഞു പോകാൻ പാടില്ല. അതെങ്ങനെ കെട്ടിടുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാവേ. നമ്മളിതുപോലെ ആവശ്യത്തിന് കണ്ടോ, നമ്മളിത് ചെയ്തെടുക്കുന്ന ഇത് കണ്ടോ, ആ സ്റ്റിച്ചിൻ്റെ ആ നൂലിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും, പിന്നെയും നൂല് വരും. ഇത് കണ്ടോ, അതിനാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച്, ഓടി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനാട്ടോ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതാണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇതിൻ്റെ ചീത്ത വശത്തോട്ട് നമ്മളിത് നോക്കിയാൽ മതി. ഇത് കണ്ടോ, ഇത് നമ്മൾ ആദ്യം കെട്ടിട്ട് കൊടുത്തില്ലേ, ആ ത്രെഡ് എടുത്തപ്പോൾ ആദ്യം നമ്മൾ കെട്ടിട്ട് കൊടുത്തില്ലേ, ആ കാണുന്നത്. ഇത് കണ്ടോ, ഈ ത്രെഡിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കണ്ടോ, നമ്മളിപ്പോൾ കുത്തി എടുത്തതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ആ ക്ലോത്തിൽ നിന്ന് 1 2 ഇഴ എടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ ശ്രദ്ധിച്ചെടുത്ത് നമ്മൾ ആ സൂചി ഒന്ന് കോർത്തെടുത്ത് കഴിഞ്ഞിട്ട് ആ ഇത് കണ്ടോ, ആ ത്രെഡിനകത്തൂടെ ഒന്ന് സൂചി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കെട്ട് വീഴും. ഇതാണ്ട് ഇതുപോലെ ആ സൂചി അതിനകത്തൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കെട്ട് വീണിട്ട് അതവിടെ ടൈറ്റായിട്ട് നിൽക്കും. ഇനി നേരത്തെ നമുക്ക് ആ നോട്ട് ഇട്ടപ്പോൾ തോന്നിയ സംശയം പോലെ തോന്നുവാന്നു, അന്നി അഴിഞ്ഞെങ്ങാനും പോകുമെന്ന് തോന്നുമ്പോൾ അങ്ങനെ തോന്നുവാണെങ്കിൽ ആ സ്റ്റിച്ചിനകത്തൂടെ ഒന്നുകൂടെ നമ്മൾ ഇത് കണ്ടോ, നല്ല വശത്ത് അത് ബോറൊന്നുമല്ല. നമ്മളവിടെ ആ കെട്ടിടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിനകത്തൊന്നും വൃത്തികേടൊന്നും തോന്നുന്നില്ലല്ലോ. ഇതുപോലെ നമ്മൾ ഒന്നുകൂടെ ഇതാണ്ട് ഇതുപോലെ ഒന്നുകൂടെ എടുത്തിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നല്ല ടൈറ്റായിട്ട് നിന്നോളൂ, അഴിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളും. എന്നിട്ട് നമ്മളത് ആ ത്രെഡില്ലേ അതവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കണം.
ഇനി എന്നിട്ട് നമുക്ക് ഇതിനകത്ത് റണ്ണിങ് സ്റ്റിച്ച് തന്നെ ഉപയോഗിച്ച് ഈ പിക്ചർ മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ത്രെഡ് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഈ ത്രെഡിൻ്റെ അറ്റത്ത് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫിംഗറിലൊന്ന് ചുറ്റിയിട്ട് അതിനകത്തൊന്ന് പിരിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ കെട്ട് വീഴും കേട്ടോ. ഇത് അഴിഞ്ഞു പോകത്തില്ലേ, ഇത് അതുപോലെ നിന്നോളും. ഈ നമ്മൾ വരച്ച് നമ്മൾ ഏത് പിക്ചറാണോ ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മൾ വരച്ചിരിക്കുന്നത് ആ പിക്ചറിൽ കംപ്ലീറ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമുക്കൊരു പിക്ചർ കാണുമ്പോൾ അറിയാമല്ലോ ഏതൊക്കെ കളറുകൾ ആ പിക്ചറിനകത്ത് ഉപയോഗിക്കണം, അപ്പോൾ അത് കൂടുതൽ മനോഹരമാകുമെന്നൊരു തോന്നൽ നമുക്ക് വരത്തില്ലേ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിച്ച് അത് കൂടുതൽ മനോഹരമാക്കി എടുക്കണം കേട്ടോ. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കും, ഇന്ന കളറൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമല്ലേ ആ പിക്ചറല്ലേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പടം എത്ര മനോഹരമാകണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് കളറുകൾ ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് ഈ പിക്ചർ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പല കളറുകൾ ഉപയോഗിച്ച് ചെയ്തിട്ട് ഞാൻ ആ പിക്ചർ നിങ്ങൾക്ക് ഇത് അതിൻ്റെ ആ ഏറ്റവും അവസാനം ഇതിൻ്റെ ആ പിക്ചർ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇതാണ്ട് ഇതാട്ടോ ആ പിക്ചർ.